എടുത്തിട്ട് ആയ ഉപ്മാവ് എടുത്തിട്ട് വരില്ലല്ലോ. ഉപ്മാവ് കൊണ്ടുവന്ന് തരില്ലല്ലോ. കൊണ്ടുവന്ന് തരില്ലല്ലോ. എന്നാ കൊണ്ടുവന്നിട്ട് ഇന്ന ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട്. സുകന്യെ ഇന്ന് നമുക്ക് ഇവിടേക്ക് പോണം കേട്ടോ. വൈകുന്നേരം കോങ്ങാട് കൊണ്ടവണെങ്കിൽ പോയി ഉപ്മാവ് എടുത്തിട്ട് പോയോ. കൊണ്ടവണെങ്കിൽ ഉപ്മാവ് എടുത്തിട്ട് പോയോ. എന്താന്നറിയോ എന്റെ വേണോ കുഞ്ഞുണ്ണി? അമ്മയ്ക്ക് ഉപ്മാവ് എടുത്തിട്ട് വന്നാ വേണ്ട വേണ്ട വേണ്ട. കല്ലു വേണ്ട വർത്താനം പറയുന്ന പൂവ്. ശ്രീക ആരാ പറയുമ്പോ ഞാന് പറയുന്ന കേട്ടോ. ഈ കേട്ടോ നിനക്കൊന്നും അറിയില്ല. എന്നാ പോയി ഉപ്മാവ് എടുത്തിട്ട് വാ. അമ്മയ്ക്ക് ഉപ്മാവ് എടുത്തിട്ട് വന്നോ. ഉപ്പുമാവ് എടുത്തിട്ട് വന്നോ. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ നമ്മുടെ ചക്ക ഇങ്ങനെ നിക്കുന്ന കാണുമ്പോഴേ പക്ഷെ ചക്ക ഇടാൻ ഒരു നിവർത്തി. ചക്ക ഇടല് നടക്കില്ല കേട്ടോ. ചക്ക ഇട്ട് കഴിഞ്ഞാലേ അവിടെ ടൈലിട്ടതൊക്കെ അല്ലേ പൊട്ടി പൊളിഞ്ഞ് താഴേക്കൂടെ വീഴുള്ളൂ കേട്ടോ. പഴുക്കുമ്പോ വീഴുംല്ലേ. നമ്മുടെ പുതിയ പുതിയ സാരി കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെ പറയാ, നമ്മള് ജോലിക്ക് പോണ ചേച്ചിമാർക്കും നമ്മക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്. പൊന്നുച്ചേ ഇതെന്റെ കുട്ടിയാ, ഇതെന്റെ കുട്ടിയാ. അമ്മേ അമ്മേ ഇതെന്റെന്ന്. അയ്യോ അംഗനവാടി പോയിട്ട് എന്താ പഠിപ്പിച്ചെന്ന ടീച്ചർ? പുതിയ ഓണക്കോടി വാങ്ങണ്ടേ നമുക്ക്? ഓണക്കോടി വാങ്ങണ്ടേ? വല്യമ്മ വാങ്ങിത്തരില്ല കേട്ടോ. വല്യമ്മ പൈസ അല്ല ഈ പ്രാവശ്യം. തായോ 500 എവിടെ നോക്കട്ടെ. 500 അതോ പപ്പുവിന് ഒരു ഉടുപ്പ് വാങ്ങിത്തരാൻ പൈസ തരുമോ? കൊടുക്കോ പപ്പു? അച്ഛമ്മയ്ക്ക് സാരി വാങ്ങിക്കൊടുക്കോ? ചോദിക്കുന്ന അച്ഛമ്മയത്ത് സാരി വേണോ വെച്ചൊക്കെ. വല്യമ്മയ്ക്ക് ചുരിദാർ വാങ്ങി തരുമോ? വല്യച്ഛൻ എന്താ വാങ്ങിക്കൊടുക്ക? വല്യച്ഛന് ചുരിദാർ അത്രേ. അപ്പൊ അമ്മയ്ക്ക് എന്താ വാങ്ങിക്കൊടുക്ക? ചുരിദാറോ? എല്ലാവർക്കും ചുരിദാറാ? നമ്മുടെ വീട്ടില് ഫുള്ളും പെണ്ണുങ്ങളാ. നിനക്കും ചുരിദാറ്, അവനും അത് മതി ഇത്രേ. അയ്യോ എന്താ അംഗനവാടി പോയിട്ട് ടീച്ചർ പഠിപ്പിച്ച്? എന്താ ടീച്ചർ പഠിപ്പിച്ച്? അതൊന്ന് പറഞ്ഞിട്ട്. ടീച്ചർ എന്താ പഠിപ്പിച്ചെന്ന് പറ. പറഞ്ഞു കൊടുത്ത തലവായ പറയൂ. എന്താ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടല്ലോ. കളിയല്ലേ നോക്കട്ടാ. വേണ്ടടാ അത് അവന്റെയാണ് ഞാനെന്നാ പറയുന്നത്. ഇവന്റെ അടുത്ത് ഇറങ്ങി പോവാനാണ് പറയുന്നതേ. വേണ്ടടാ നീച്ചോ അതാ കേറാൻ നോക്കണോ. മാറ് വിട്, മാറ് കുഞ്ഞുണ്ണി, ഞാൻ വെറുതെ പറഞ്ഞതാ. എടാ ഇരിക്കടാ, ഇത് നോക്കേട്ടാ. ഞാൻ എന്താ ഇടയ്ക്ക് അങ്ങോട്ട് പോണടാ. നല്ല കുട്ടിയല്ലേ, വലിയമ്മയുടെ സ്വത്തല്ലേ, വലിയമ്മയുടെ സ്വർണ്ണല്ലേ. എടുത്തിട്ട് വന്നാ ഇത് നമ്മുടെ ഓണക്കോടി കാണിച്ചു കൊടുക്കട്ടെ. ഞങ്ങളുടെ ഓണക്കോടി കാണണ്ടേ നിങ്ങക്ക്?
നമ്മുടെ കണ്ടേ അമ്മ അമ്മടെ ഓണക്കോടി അമ്മ കണ്ടിട്ടേ ഇല്ല. ട്രിപ്പിൾ എക്സൽ വേണം കേട്ടാ. ഇതാണ് കേട്ടോ നമ്മുടെ ഓണക്കോടി ഇപ്രാവശ്യത്തെ ഓണത്തിനുള്ളത്. നല്ല കളറാ കണ്ടോ. അതെ 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 അതെ. അപ്പോ ഇത് എന്താന്നറിയോ, കണക്ക് മുഴുവൻ എൻ്റെ മണ്ടയിൽ കൂടി പോകണം. അതുകൊണ്ട് ഇതാണ് കേട്ടോ. ഇതിന് നമ്മളൊരു മറൂണ് അല്ലെങ്കിൽ റെഡ് പാൻറ് വാങ്ങിക്കഴിഞ്ഞു വെച്ചാൽ നല്ലതല്ലേ. ഇത്ര ഇറക്കായിട്ട് ബ്ലാക്ക് ഒന്നും അല്ല അല്ലേട്ടാ, മെറൂണൊക്കെ ഇല്ലേ ഇതിന് രസം ഉണ്ടാവുക. മെറൂണ് റെഡിലമ്മ നന്നായിരിക്കും. ഇല്ല ഡാർക്ക് ഇതിന് ഓപ്പോസിറ്റ് കളർ ഇട്ടുമ്പോൾ നല്ല രസം ഉണ്ടാവും. ഇതാണ്ടോ ഇതിന്റെ ഈ കളർ ഇതുക്കി വരുമ്പോൾ കണ്ടോ അല്ലേ, അങ്ങനെയാണ് ഇടേണ്ടത്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഇപ്രാവശ്യം ഇത് അമ്മുട്ടിയുടെ ആണ് കേട്ടോ. അപ്പം മറ്റേ ഞാൻ ഇട്ടിട്ടില്ല. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഓണക്കൊടി, ഇഷ്ടമായോ? ഇവിടെ നല്ല വർക്കൊക്കെ വെച്ചിട്ട് കണ്ടോ. ഇതിൻ്റെ നല്ല വർക്കാണ്. ഇത് സിമ്പിൾ, എല്ലാവരും ഒരേ കളർ തന്നെയാണ്. സുകന്യക്ക് ഇത് വേണ്ടാന്ന് സുകന്യ പറയുന്നുണ്ട് കേട്ടോ. സുകന്യ ഓൺലൈനിൽ നിന്ന് എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ എനിക്കിത് മതി. കാരണം എന്താണെന്നറിയോ, ഓണത്തിന് കറുപ്പെടുത്തിട്ട് നീ ഓണത്തിന് കറുപ്പല്ല എടുക്കണ്ട, ഓണത്തിന് സ്വർണ്ണ കളർ എടുക്കണ്ട്. ഇങ്ങനത്തെ കളറുകളാ എടുക്കണ്ടേ. പൊന്നോണാണ്, പൊന്നാട എടുക്കണം. നല്ല കരിങ്കോടി കെട്ടിയ മാതിരി ആവില്ല. എന്താണ് ബ്ലാക്ക് നല്ല കളറല്ലേ. ഞാൻ എന്താ വിചാരിച്ച് ഇതന്നെ മതി. ഇതിന് എന്താ കാരണം കുറേ നമ്മളില്ലേ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞു വെച്ചാൽ ഇപ്പം നമ്മൾ തുണി എടുക്കാനൊക്കെ പോകുമ്പോൾ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സുകൾ നമ്മൾ ഇടുന്നുണ്ട്. ഇല്ലെങ്കിൽ എവിടേക്കാ പോണ്, ഈ വീട്ടിലേക്കും പിന്നെ പോണതാവും കല്ലടിക്കോട് ഒരു കോങ്ങാടിലമ്മ. അത് രാത്രി 7 മണി കഴിഞ്ഞിട്ടാണ് ഒരു കോങ്ങാട്ടിക്കൊന്ന് ഇറങ്ങുള്ളൂ. അപ്പം നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആരിറങ്ങണത്, വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും എന്നെ കൂട്ടുക. അപ്പോൾ പിന്നെ ഇത് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് നീ സുകന്യക്ക് വേണ്ട പറഞ്ഞ വെച്ചാൽ ഇനി ഇത് ഞാൻ തന്നെ എടുക്കും അല്ലേ ഇല്ലേട്ടാ. ഞാനേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് കേട്ടോ, ഇപ്രാവശ്യം ഓണത്തിന് എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കണം എന്നുള്ളത്. പക്ഷേ എന്താ കുട്ടികളൊക്കെ എല്ലാവരും ഒരേപോലെ, വലിയവർക്കൊക്കെ ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കണം. പക്ഷേ സാഹചര്യം വേറൊന്നായില്ലേ. സാഹചര്യത്തിൽ നിൽക്കില്ല, സാഹചര്യം സൂര്യക്ക് ഇല്ലാതെ. പൈസ ഉണ്ടെങ്കിൽ എന്താ വാങ്ങണേന് അല്ലേ, പൈസ ഇല്ലാത്ത ഇടയ്ക്കൊക്കെ തട്ടി നോക്കിക്കോ. എന്താ ഇപ്രാവശ്യം നമുക്കില്ലേ കുറച്ച് നല്ല ഈ ഒരു സമയത്ത് നല്ല ടൈറ്റിൽ വന്നു അല്ലേ. കിണർ പണി, കുഴൽക്കിണറിൻ്റെ ഇത് കഴിഞ്ഞ മുതലില്ലേ പിന്നെ ഇങ്ങനെ ബെൻഡിങ്. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഓണാകുമ്പോൾ നല്ലൊരു ഫോൺ വാങ്ങണം, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല ക്ലാരിറ്റി ഉള്ളൊരു ഫോൺ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ്. ഫോൺ വാങ്ങണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. എന്താ വെച്ചാൽ എന്നാൽ ഒന്നും കൂടി ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ നടന്നില്ല. അടുത്ത പ്രാവശ്യം ശരിയാക്കും അല്ലേ. ക്യാമറയ്ക്കൊക്കെ നല്ല പൈസയാവും. അത് വാങ്ങണമെന്ന് ഫോൺ വാങ്ങണ പൈസക്ക് അത് വാങ്ങിയാൽ മതി. ഓണം തുണിയിലൊക്കെ ബിസിനസിന്റെ ഇങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ വേണം. അതിൽ എടുത്താലാണ് എന്ത് കളറാന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, അത്യാവശ്യമായിട്ടില്ലേ നമുക്കൊരു വണ്ടി വേണം. ഇപ്പോൾ ഫോണിനേക്കാളിൽ അത്യാവശ്യമാണ്. ഇവ 2 കൂട്ടരും പാടെ കൂടിയിട്ട് ഓണത്തിന് ചിലപ്പോൾ ഒരു ഞെട്ടിക്കൽ സമരം ഉണ്ടാവും അല്ലേ വിചാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ എന്താ നമ്മളിപ്പോൾ എവിടേക്ക് ശരിയില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വണ്ടി എടുക്കണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പറയണതിന് ഇപ്പം എന്താ ലേട്ടാ എല്ലാതും പറയണല്ലേ. കാരണം ഞങ്ങളിപ്പോൾ ഓരോ ഭാഗത്തേക്ക് പോകുമ്പോഴില്ലേ വേറൊരാൾക്കാരുടെ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ എത്ര എടുക്കണേ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നാളെ ഞങ്ങൾ ഇവിടെ കോഴിക്കോട് പോയി എന്ന് പറഞ്ഞില്ലേ, കോഴിക്കോട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ അതെന്താ കോഴിക്കോട് പോയിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് പറയുന്നതെന്ന് പറഞ്ഞു വെച്ചാൽ അവിടെ ട്രാഫിക്കിൽ ചെല്ലുമ്പോഴല്ലേ ചില വണ്ടിക്കാരും ആ വണ്ടിയിൽ കൂടെ ഇങ്ങനെ ഡ്രസ്സിൽ പോയിട്ടേ നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ട് വണ്ടിക്ക് ഒരു 4000 രൂപ ചിലവാക്കേണ്ടി വന്നു പെയിൻ്റ് അടിക്കാൻ.
എന്താ ചിലപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ ബുദ്ധിമുട്ടിൽ ഇങ്ങോട്ട് ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞ് വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്താ വണ്ടി സ്ക്രാച്ച് വീട്ടില്ലമ്മ. എന്തൊന്നും പറയാത്തുകള് ഒക്കെ ഉണ്ടാവും. അമ്മയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോ അമ്മയല്ലല്ലോ വണ്ടി കൊണ്ടുപോയി. അമ്മ ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഉണ്ടായിരുന്നേ, അമ്മ അമ്മ ഉണ്ടായിരുന്നു. ഉണ്ടാവില്ല. അമ്മ അജിയറിന്റെ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളെ നോക്കാൻ പറഞ്ഞിട്ടേ. എന്നിട്ടല്ലേ അമ്മ പോയത് വൈകുന്നേരത്ത്. അമ്മ അമ്മയ്ക്ക് ഓർമ്മയില്ല. മിക്കന്നെ ഓർമ്മയില്ല സത്യം പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടോ. അപ്പൊ നമ്മുടെ മുമ്പ് എന്താണെന്നറിയോ, നമുക്ക് സമാധാനത്തിൽ കൊണ്ടുപോകും. എവിടെയെങ്കിലും ഇപ്പോൾ നമുക്ക് കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ടൗണിൽ നിർത്തുമ്പോഴാണ് വെച്ചാൽ പാർക്കിംഗ് സ്ഥലം കിട്ടിയില്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ടല്ലേ. നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. എന്താ ഓണാകുമ്പോഴേക്കും അതാണ് ഞാൻ പറഞ്ഞത്, ഓണക്കോടിയൊക്കെ നമ്മളൊന്ന് കമ്മിയാക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കണത് എന്ന് പറഞ്ഞില്ലേ. പിന്നെ നമ്മുടെ അമ്മക്കുട്ടിക്ക് ഒരു സെറ്റ് സാരി എടുത്തു. അവൾക്കിനി എന്താ ഇടാനൊരു ചുരിദാറുണ്ട്. അപ്പോൾ ചുരിദാർ വേണ്ടാന്ന് പറയുന്നുണ്ട്. ഇനി അച്ചൊട്ടീരാണ് കിച്ചൂനൊക്കെ എന്തെങ്കിലും പറഞ്ഞതാക്കണം. അപ്പോൾ അങ്ങനെ അതെടുക്കുകയാണ് എന്ന് വെച്ചാൽ അടവിന് വേണ്ട എടുക്കണമെങ്കിൽ കുറച്ച് പൈസ നമ്മൾ ആദ്യം കൊടുക്കേണ്ടി വരുമല്ലോ അല്ലേ. അപ്പോൾ എടുക്കുമ്പോൾ എന്താ നമ്മളാദ്യം കുറച്ച് വലിയ 7 സീറ്ററൊക്കെ എടുക്കണം വിചാരിച്ചാൽ, പക്ഷെ അതൊന്നും നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നു നമുക്ക് തോന്നുന്നില്ല. നല്ല പൈസയാണ് അതിനൊക്കെ. അപ്പോൾ കാറായിട്ട് തന്നെ ഇരിക്കും എടുക്കുന്നുണ്ടാവുക. നന്നാവട്ടെ. അതൊക്കെ കൈ കിട്ടുമ്പോൾ അതിന്റെ കഥയിലൊക്കെ പറയാൻ പറ്റും. നമ്മൾ ആഗ്രഹിച്ച വണ്ടി നമ്മൾക്ക് കിട്ടുക എല്ലാ നടപടിയാവില്ല. ഈ തുണി നല്ല മെറ്റീരിയൽ കേട്ടോ. കണ്ടോ, ഒരു വണ്ടി എടുക്കണം, അത്ര തന്നെ ഇപ്പൊ ഉള്ളൂ. വണ്ടി എടുക്കണം. ഏതാ കിട്ടുന്നത് പറഞ്ഞ കാര്യങ്ങൾ നടക്കണമെങ്കിൽ വണ്ടി എടുക്കണം. കാരണം ഇപ്പം പഴയമാരില്ല, ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. കാരണം ഇതുമാതിരി സാധനങ്ങൾ എടുക്കാൻ പോകാനും ഒരിടത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല, അടുത്തടുത്ത് കൊണ്ടുവരും. അങ്ങനെ കണക്കൊണ്ടാ നോട്ടങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഓട്ടങ്ങളൊക്കെ ഒരുപാട് വരുമ്പോൾ എന്തായാലും വണ്ടിയിലുണ്ട്. എപ്പോഴും ഒരാളെ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് സ്വന്തമായിട്ട് അല്ല. നമുക്കിപ്പോൾ ഒരാളെ ആശ്രയിക്കുക പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് നമുക്ക് തടസ്സം, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ വണ്ടി പോലെ തന്നെ നമ്മളിപ്പോൾ കൊണ്ടെടുക്കുന്ന വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. എന്നാലും നമ്മുടെ എന്ന് പറയാൻ നമുക്കൊരു വണ്ടി വേണം. നമുക്കെന്താ വെച്ചാൽ വണ്ടിയുടെ മാത്രമല്ല, ഈ ഒരു കാര്യം കൂടി ഉള്ളതും കൊണ്ടാണ് കേട്ടോ നമുക്ക് ഓരോ ഭാഗത്തു കൂടെ പോകുമ്പോൾ വണ്ടിയുടെ ഇതും ബുദ്ധിമുട്ടും ഒക്കെ പാടായിട്ട്. പിന്നെ ഇതാ ഈ സൈഡൊന്ന് കെട്ടണം എന്നൊക്കെ വിചാരിച്ചാൽ അതൊന്നും ഇപ്പം നടക്കില്ല. ഓണാകുമ്പോഴേ ഉള്ളൂ ഈ സൈഡ് കെട്ടി നമ്മുടെ മതിലൊന്ന് തേച്ചിടണം എന്ന് വിചാരിച്ചതാ. അപ്പോൾ അതൊക്കെ പിന്നെ ഇപ്പം അത്യാവശ്യം എന്താണെന്നറിയോ, നമ്മുടെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതല്ലേ നമ്മുടെ അത്യാവശ്യം അല്ലേ. നിങ്ങളൊക്കെ ഓണക്കോടി കുറേ പേര് നമ്മുടെ അടുത്ത് കുഞ്ചൂസ് ഫാഷനിൽ ഓണക്കോടികൾ എടുത്തു അമ്മമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താ നമുക്ക് സന്തോഷം എന്താണെന്നറിയോ, ഗൾഫിലുള്ളവരൊക്കെ നാട്ടിലുള്ളവർക്കൊക്കെ വാങ്ങാൻ എന്താ നമ്മുടെ കുഞ്ചൂസ് ഫാഷൻ തിരഞ്ഞെടുക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് പേര് അങ്ങനെ തിരഞ്ഞെടുക്കേണ്ട അമ്മയ്ക്കാണ്. കുഞ്ചൂസ് ഫാഷൻ ഓണത്തിന്റെ ഒരു ഭാഗമായി 4 വർഷമായിട്ട് കുഞ്ചൂസ് ഫാമിലി നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞങ്ങളുടെ ഓണാഘോഷങ്ങളും ഓണപരിപാടികളും തിരക്കുകളായിട്ട് വന്നു. ഇപ്രാവശ്യം നമ്മുടെ കുഞ്ചൂസ് ഫാഷൻ വന്നു അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോ ഭാഗ്യമായിട്ട് നമ്മൾ കരുതണം കേട്ടോ. നമ്മൾ അങ്ങനെ വിചാരിച്ചില്ല. പക്ഷേ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു ഐഡിയ ഞാൻ പറയുകയാണ് കേട്ടോ. എനിക്ക് ജിമിക്കിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാട്ടോ ഞാൻ. അപ്പോൾ ഞാൻ അത് നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ജിമിക്കി, കുപ്പിവളകൾ, നല്ല നല്ല അടിപൊളി ഫാൻസി മാലകൾ, ഇതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് നിന്ന് ഡ്രസ്സ് എടുക്കുമ്പോൾ എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട. അതിൻ്റെയൊക്കെ കടകൾ ആർക്കെങ്കിലും അറിയുന്ന, ഹോൾസെയിൽ കടകളൊക്കെ അറിയണവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അടുത്തുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂലേട്ടാ. എന്താ നമുക്കൊന്ന് പോയി നോക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഇപ്പോൾ നമ്മുടെ അമ്മുട്ടി അച്ചുട്ടിയൊക്കെ വളർന്നു വരികയല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഒരു കാര്യമാവും. എന്താ കാര്യം എന്നല്ല, അവർക്ക് ഇടാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെയല്ല ഏട്ടാ പറഞ്ഞേ. നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും അവര് ചെയ്യുമ്പോൾ അവരുടെ ഇതിനെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ട്. ഇപ്പോൾ പട്ടുപാവാടയും ബ്ലൗസ് കൊടുത്തിട്ട് ഇപ്പോൾ അമ്മൂനെയും കൊണ്ട് എന്താ പറഞ്ഞു, അമ്മൂനും അച്ഛനും പട്ടുപാവാടയും ബ്ലൗസ് ഇട്ടിട്ടുള്ള വീഡിയോസ് ചെയ്യുമെന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് അവർ വലുതാവുമ്പോൾ അവരുടെ ഓരോ ആഗ്രഹങ്ങൾ കഴിക്കും. പിന്നെ നാളെ അമ്മു സാരി ഉടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് നന്നായിട്ടുണ്ടായിരുന്നു. അമ്മ കണ്ടോ അമ്മു സാരി ഉടുത്ത്? നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ടായിരുന്നു. അവൾ ഒറ്റയ്ക്ക് സാരി ഉടുത്തിട്ട്
ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. അവളതിന് ഫോണിൽ നോക്കുകയാണപ്പോഴേ സാരി കൊടുക്കണ ഫുള്ള് ഫോണിൽ നോക്കുക. എന്നിട്ട് ഓണത്തിന് അവള് ഓണപരിപാടിക്ക് ഞാൻ ഒരുക്കി കൊടുക്കണം അത്രേ. അവള് എത്ര പൂവ് അവള് വെക്കില്ല. ആ കുട്ടി പൂ വയ്ക്കില്ല. പിന്നെ അതേപോലെ കയ്യിൽ നിറയെ വളകൾ ഇടില്ല. പൂവ് എന്താ കല്യാണാണോ ചോദിച്ചോട്. പൂവ് എന്താ അല്ലേ? അതിന് നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമില്ലാത്തതിന് എന്താ ചെയ്യുന്നത്? മകളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും എല്ലാരും പാടെ. മലയാളം അല്ല ഇന്നത്തെ കാലത്ത് പറഞ്ഞാലും മനസ്സിലാക്കിയാൽ അല്ല ഏട്ടനാ ഒരു കാര്യം പറയട്ടെ. പണ്ട് സാരി എടുക്കുമ്പോ പൂലപ്പൂ കേൾക്കണം എന്ന് പറയുന്നല്ല എന്താ? സിമ്പിളായിട്ട് ഒരുങ്ങണതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ല ഭംഗി അല്ലേ? കയ്യിലൊരു വാച്ച്, ചെറിയൊരു കൈച്ചെയിന്, അങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് ഇഷ്ടം. അവളൊരു പാദസരം കുട്ടികള് പാദസരം ഇടില്ല. അമ്മ ബർക്കി എടുക്കമ്മ. ബർക്കി ഇവിടെ വെറുതെ വെച്ച് വെറുതെ ഇത് കൂടെയാണ് ഉരക്കലേ. അപ്പൊ നമ്മള് നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. എനിക്കിന്ന് കല്ലടിക്കോട് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. നാളെയും മറ്റന്നാളും ലീവാണല്ലോ. അപ്പോൾ നാളെ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ നാളെയൊന്നും ആവശ്യത്തിന് പോയ കാര്യങ്ങൾ നടക്കില്ല. വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനുള്ളത്. ഞാൻ കുറേ പേര് ചോദിച്ചിരുന്നു നമ്മുടെ ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ എന്താ ചെയ്യാത്തതെന്ന്. സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ചെയ്യാത്തത്. നാളെ എന്തായാലും ചെയ്തിടാം. ഓണമൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇതേപോലെ കമ്മലും മാലയും വളയൊക്കെ കിട്ടുന്ന ഹോൾസെയിൽ കട ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ. അല്ലെങ്കിൽ നല്ല സെലക്ഷനുള്ള കടകളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ അല്ലേ ഏട്ടാ? സെലക്ഷനുള്ള കടകളൊന്നും പോരാ, നല്ല ഹോൾസെയിൽ കടകളിലെ വേണം. നല്ല കളക്ഷൻ ഉണ്ടാവും. ഉണ്ടെങ്കിൽ കടയിൽ പോയിട്ട് 10 പീസിൽ പോയിട്ട് ഹോൾസെയിൽ ആവാൻ എടുക്കാൻ പറ്റില്ല. മാക്സിമം വില കുറച്ച് മാക്സിമം ഡിസൈനൊക്കെ ഉള്ള കടയിൽ പോയിട്ട് നല്ല സർവീസ് തരുന്ന കടയിൽ പോയിട്ട് എടുത്തു കഴിഞ്ഞാലാണ് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നാളെ കാണാം.